ഇപ്പോൾ വീട്ടിലെത്തി. ഇനി അടുത്ത പരിപാടി എന്തെന്ന് വെച്ചാൽ അത് ഈ കൈയൊക്കെ പോയി കഴുകണം. ഞാൻ ഇല്ലാത്ത തക്കം നോക്കി ഇവിടെ സ്വിഗ്ഗിയിൽ ഇൻസ്റ്റാമാർട്ടിൽ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ആർക്കുമല്ല, എനിക്ക് വേണ്ടി തന്നെയാണ് ഇതൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും സാധനം നമ്മുടെ കയ്യിൽ കിട്ടി, ഒരു സമയത്തിന് തന്നെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതും കൊണ്ട് വീട്ടിലോട്ട് പോവാം. നല്ല പൂവൊക്കെ നിൽപ്പുണ്ടല്ലോ. എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. സാധനം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്നിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചിരിക്കുന്ന സാധനങ്ങൾ. ഇതൊരു കണ്ടീഷണർ, പിന്നെ ഒരു ഷാമ്പു ഉണ്ട് ഇതിനകത്ത്. ഷാമ്പു ആണ്, ലോറിയലിൻ്റെ ഷാമ്പു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മാത്രമേ കിട്ടാവുള്ളൂ, ബാക്കിയുള്ള സാധനങ്ങളൊന്നും കാണാനില്ല. ഒരു പേർപ്പിൾ കളറാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് കാണാനില്ല. ഇത് മാത്രമേ ഉള്ളൂ. കറക്റ്റ് ഈ ഒരു ടൈം ആയപ്പോൾ ക്രിസ്മസിൻ്റെ ഇത് അനുബന്ധിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല, എന്തോ ഒരു പിങ്ക് കളറൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം. കുളിച്ച് സെറ്റാവണം. മുഖമൊക്കെ നല്ല ഓയിലി ആയിട്ട് ഇരിക്കുകയാണ്. എന്തായാലും ഷാമ്പുവും കണ്ടീഷണറും എല്ലാം വന്ന സ്ഥിതിക്ക് ഒരു കുളി പാസ്സാക്കാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി. അപ്പോൾ വൈകുന്നേരമായി, ചായ കുടിക്കാനുള്ള സമയമാണ്. പിന്നെ ഇത് ചായ കുടിക്കണ്ടേ വൈകുന്നേരം? അപ്പോൾ ചായ കുടിക്കാനുള്ള സമയം, നമുക്ക് ചായ കുടിക്കാം. ചായ ഉണ്ടോ മാതാശ്രീ? അമ്മ ഇതുവരെ ആ ഡോറ തീം വിട്ടില്ല. അപ്പൊ നമുക്ക് ചായ കുടിക്കാം. ടെറസിൽ പോയി ചായ കുടിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് നീ വരുന്ന അതൊരു നല്ല തീരുമാനമാണ്. നമ്മള് ഇത് അവര് കഴിക്കാൻ പോയാണ്. നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞ മറ്റേ കിളി. ഇവിടെ വന്ന ആ പപ്പായ എല്ലാം കുത്തിപ്പിറക്കി കളയുന്ന സാധനം ഇതാണ്. ആവശ്യത്തിന് കഴിച്ചിട്ട് അത് ബാക്കി എവിടെ ഇട്ടിട്ട് അങ്ങ് പോകും. അത് കിട്ടിയൊരു ഹോളാക്കിയാണ് വയ്ക്കുന്നത്. നല്ലൊരു പരിപാടി തന്നെയാണ്. അപ്പം ഇതിൻ്റെ കൂടെ അടുത്ത് എവിടെയെങ്കിലും തന്നെ കാണുമെന്നാണ് തോന്നുന്നത്. കറക്റ്റ് ഇവിടെ വന്ന് ഈ കൊത്തിപ്പിറക്കുന്ന കണ്ടാൽ അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ്, ഇത് ഇങ്ങനെ വന്ന് കൊത്തിയിട്ട് പറന്നു പോകും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പിന്നെയും വരും. അപ്പം അതിനർത്ഥം ഇതൊന്ന് കഴിച്ചിട്ട് നേരെ അതിൻ്റെ കൊച്ചുങ്ങൾക്ക് കൊണ്ട് കൊടുത്തിട്ട് പിന്നെ ഇത് കറങ്ങി വരുന്നതാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് അതിനൊന്നും ചെയ്യണ്ട. അതിനിടയ്ക്ക് നമ്മുടെ ബോബു ഇവിടെ മേളിൽ കയറി ഇരുന്ന് ഇവിടെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നൈസായിട്ട് പോയപ്പോൾ ഒന്നും അറിയാത്ത കണക്ക് നിന്ന് നോക്കുകയാണ്. എന്താണോ എന്തോ, അവിടെ ഒരു കാക്ക അവിടെ നിൽക്കുകയായിരുന്നു. അതിനെ നോക്കി നിൽക്കുകയായിരുന്നു ഇവൻ. എന്താണോ എന്തോ, കാക്കയെ പിടിക്കാനുള്ള വല്ല പ്ലാനും ആണോ എന്തോ. അതൊക്കെ ഞാൻ എടുത്തപ്പോൾ അവൻ ഭയങ്കര ഷോ കാണിക്കുകയാണ്. അയ്യോ, ഒരാളെ പോലും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത ബൂബിനെ എത്രത്തോളം ഞാൻ നോക്കിയിരുന്നു. ഇനി ബൂബ് വയ്ക്കോ? അയ്യോ. ചായ കുടിക്കുന്നതിന് മുമ്പ് വേറൊരു പരിപാടിയുണ്ട്. പൂച്ചയ്ക്ക് ഫുഡ് മേടിക്കാൻ പോകണം. സംഭവം അവിടുത്തെ കട വല്ലപ്പോഴൊക്കെ തുറക്കുള്ളൂ, എപ്പോഴും ഓപ്പൺ ആയില്ല. പുള്ളിക്ക് വേറെ പണികളൊക്കെ ഉള്ളതുകൊണ്ട് തുറക്കത്തില്ല. അവിടുത്തെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഈ പാക്കറ്റ് കിട്ടുന്ന ലൂസായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ലാഭമാണ്. കാരണം അവർ വലിയ പാക്കറ്റായിട്ട് എടുത്ത്, വലിയ 7 കിലോയുടെയും അങ്ങനെയൊക്കെ വലിയ പാക്കറ്റ് ഉണ്ട്. അതെടുത്തിട്ട് അത് അല്ലാതെ അങ്ങനെ കിലോ വെച്ചിട്ട് കൊടുക്കുന്നില്ല. അപ്പം നമുക്ക് സാധാരണ മേടിക്കുന്നേക്കാളും നല്ല വില കുറച്ച് അവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതാണ് മാക്സിമം മേടിക്കാൻ നോക്കുന്നത്. എപ്പോഴും പറ്റാറില്ല, കാരണം അവിടെ എപ്പോഴും കട തുറന്നിരിക്കാറില്ല. നമ്മൾ വിളിക്കുമ്പോൾ പുള്ളി എന്തെങ്കിലും തിരക്കേറി. അപ്പോൾ ഇന്ന് കട തുറന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ചായ അവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് പോയിട്ട് വരാം. നമ്മളങ്ങനെ ഓൾസൻസിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആ സാധനം മേടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. നല്ല വില കുറച്ചാണ് കിട്ടുന്നത്. നമ്മൾ സാധാരണ ഒരു പാക്കറ്റിന് 400 സംതിങ് ആവും, പക്ഷേ ഇവിടെ അത് 380 ഉള്ളൂ. വൻ ലാഭമാണ്. നമ്മളങ്ങനെ സാധനം മേടിച്ചു തിരിച്ച് വീട്ടിലോട്ട് പോകണില്ല. ആദ്യം നമുക്ക് പോയി ജ്യൂസ് കുടിക്കാം. ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം ചായയുടെ കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ? ചായ കുടി ക്യാൻസൽ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുവാ ട്രാഫിക് കാണാം എല്ലാവർക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചുവേളി റെയിൽവേ ക്രോസിംഗ് ആണ്. ഇവിടെ ഇത് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. ഇപ്പോൾ ഇത് ക്ലോസ് ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഇത്ര ബ്ലോക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ ആലോചിക്കണം എത്ര ലെവലിൽ വരുമെന്ന്. ഇവിടെ എന്ന് വെച്ചാൽ അപ്പുറത്തൊരു പാലമുണ്ട്, വേളിപ്പാലം. അതുവരെ ആ പാലം ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. അത് ഫുള്ള് വന്നിട്ട് ISROയുടെ ഒരു ഗേറ്റ് ഉണ്ട്, അതുവരെ ബ്ലോക്കാണ്. ചിലപ്പോൾ അതിനപ്പുറവും വരാം.
ആ ലെവലിൽ ബ്ലോക്ക് വരും. ഇത് എപ്പോഴും അടച്ചിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ മറ്റേ എൻജിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു സീനുണ്ട്. ആ സമയത്ത് ഇത് തന്നെയാണ്. അരമണിക്കൂറൊക്കെ അടച്ചിട്ട്, അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. അത്രയ്ക്ക് സീനാണ്. അങ്ങനെ നമ്മൾ ഇവിടെ കടയിലെത്തി. നമ്മൾ ഈ കടയിൽ നിന്നാണ് ഈ ജ്യൂസ് കുടിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജ്യൂസ് വാങ്ങി സൈഡിൽ നിന്നാണ് കുടിക്കുന്നത്. കടയുടെ സൈഡിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്, അവിടെ നിന്നാണ് ഈ ജ്യൂസ് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ ഈ ഒരു കടയെന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം വന്നുകൊണ്ടിരുന്നൊരു കടയാണ്. നേരത്തേക്ക് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും സ്ഥിരം വന്നുകൊണ്ടിരുന്നൊരു സ്പോട്ടാണത്. അപ്പം ഇപ്പോൾ ഇവിടെ ഇല്ല, ദുബായിലോട്ട് പോയി. ആ പോകുന്ന വരെ നമ്മൾ സ്ഥിരം അവിടെ പോവുമായിരുന്നു. ഇതുവഴി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. സാറിന് നമുക്ക് ചില ദിവസങ്ങളിൽ വണ്ടി എടുക്കാൻ പറ്റാത്ത സമയങ്ങളിൽ നടന്നു വരെ പോകുമായിരുന്നു. പോക്കിമാൻ ഗോ എന്ന് പറയുന്നൊരു ഗെയിം കളിക്കുമായിരുന്നു ആ ടൈം. ആ ഗെയിം കളിച്ച് നടന്ന് പോയിക്കൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇനി ഇതിനകത്തും ഈ ബോട്ട് ക്ലബ്ബാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിനകത്ത് വേറെ വലിയ വലിയ കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു കാലമായിരുന്നു. ഇപ്പം ആരെയും പുറത്ത് കാണുന്നുമില്ല. പലരും പുറത്ത് പോയി, ഈ ഇന്ത്യ വിട്ട് പോയി. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പഴയൊരു വൈബൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ എത്തി. ഈ 2 ഇതും എടുത്ത് നേരെ ഇനി വീട്ടിലോട്ട് പോകണം. അപ്പോൾ തിരിച്ച് വീട്ടിൽ എത്തി, ഫുഡ് കൊടുത്ത് എല്ലാവരും നന്നായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് 2 സിനിമ കാണാൻ പോകണം. 2 സിനിമ. അപ്പം ഫസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ എക്കോ കാണാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിലായത്ത് ബുദ്ധയും കാണാൻ പോകണം. ഇതിപ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ സിനിമ. നമുക്ക് എന്തായാലും പോയി കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയാം. അത് വേറൊരു വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.